മക്കളെ എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് സ്ലാബ് വാർക്കാൻ നമുക്ക് എത്ര മെറ്റീരിയൽസ് വരും എന്നുള്ള. ഒരു യൂണിറ്റ് സ്ലാബ് വാർക്കാൻ മെറ്റൽ, എംസാൻഡ്, സിമെൻറ്റ്, കമ്പി ഇതൊക്കെ എത്ര വരും എന്നുള്ളതാണ് ഞാൻ പെങ്ങളുമായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ റൂമിനെ പറ്റി ഞാൻ പറഞ്ഞത്. ഒരു യൂണിറ്റ് സ്ലാബ് വാർക്കുന്നത് നമ്മൾ ഏകദേശം 5 മീറ്റർ 5.20 നീളും 5.20 വീതിയിൽ നമ്മളൊന്ന് അടിച്ചു നോക്കുക. മൊബൈലെടുത്ത് കാൽക്കുലേറ്റർ വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു നോക്കുക. 5.20 ഇൻറ്റു നീളാട്ടോ, പിന്നെ 5.20 ഇൻറ്റു വീതിയാട്ടോ, 0.10 എന്ന് പറഞ്ഞിട്ട് നമ്മളെ കനം കോൺക്രീറ്റ് കനം 4G. പിന്നെ അരിക്കണം 2.83 ഇൻറ്റു 83 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂത്രവാക്യം 2.83 ഇതിൻ്റെ സൂത്രവാക്യം ഇൻറ്റു 20. ആ ഇൻറ്റു 20 വന്നാൽ എന്താ അറിയോ, അത് ഒരു യൂണിറ്റിലേക്ക് നമുക്ക് 20 ചാക്ക് സിമെൻ്റാണ് വരിക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കൂട്ടുമ്പോൾ 20 ചാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടും. ഏകദേശം എനിക്ക് ഇപ്പോൾ ഇത്ര ഏരിയ കണക്ക് കൂട്ടുമ്പോൾ 19 ചാക്കും ചില്ലറയും വന്ന്. അപ്പോൾ ഏകദേശം നമുക്കൊരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു യൂണിറ്റ് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് യൂണിറ്റിലേക്ക് നമ്മൾ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സിമെൻറ്റ്. നമുക്ക് കണക്ക് കൂട്ടുന്ന സമയത്ത് നമ്മൾ 20 ചാക്കാണ് നമുക്ക് കണക്ക് കൂട്ടുക. ആ 20 ചാക്ക് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 18 ചാക്കാണ് വരല്. പക്ഷേ 20 ചാക്കാണ് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ കണക്ക് കൂട്ടേണ്ടത് യൂണിറ്റിനെ വെച്ച് കാട്ടി. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 300 സ്ക്വയർ ഫീറ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് എന്ത് 20 വരും. അപ്പോൾ 20 വരുമ്പോൾ നമുക്ക് അത് കമ്പി എത്ര വേണ്ടി? 3 കെട്ട് കമ്പിയാണ് വേണ്ടി. ഏറ്റവും കമ്പി 3 കെട്ട്. അത് ക്രാങ്ക് ചെയ്യുകയാണെങ്കിൽ, അത് ബൂത്ത് വേ ചെയ്യുകയാണെങ്കിലോ 3.5 കെട്ട് കമ്പിയോളം വരും. ബൂത്ത് വേ ചെയ്യുകയാണെങ്കിൽ 3.5 കെട്ട് കമ്പി വരും. മെറ്റൽ നമുക്ക് 90 ഫൂട്ട് മെറ്റൽ വരും. മെയിൻ സ്ലാബ് ഒക്കെ വാർക്കുന്ന സമയത്ത് 90 ഫൂട്ട് മെറ്റൽ വരും. എംസാൻഡ് നമുക്ക് 60 ഫൂട്ട് എംസാൻഡ് വരിക. ഇതൊക്കെ മിഷനിൽ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അതല്ല മിഷൻ വെക്കാണ്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മെറ്റൽ നമുക്ക് 90 വേണ്ട, മെറ്റൽ നമുക്ക് ഏകദേശം 80 മതി. മിഷൻ വെച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കറക്റ്റ് മിക്സിങ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് മെറ്റലുകളും വേണ്ടതായ സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഓക്കെ, എപ്പോഴും മിഷൻ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. മിഷൻ വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും കറക്റ്റാകുകയും ചെയ്യും. നമുക്ക് സിമെൻറ്റ് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. സിമെൻറ്റ് ഈ തോണിയിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമെൻറ്റുകൾ കൂടും, ബാക്കിയുള്ള സാധനങ്ങൾ ബാക്കിയാകും. മിഷൻ വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സാധനങ്ങളും കറക്റ്റായിരിക്കും, മെറ്റീരിയൽസുകൾ മുഴുവൻ കറക്റ്റായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കണക്കുകൾ. മനസ്സിലായില്ലേ? നമുക്ക് കമ്പി 3.5 കെട്ട് കമ്പി ബൂത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ 3.5 കെട്ട് കമ്പി, മെറ്റൽ 90 ഫൂട്ട് മെറ്റൽ, എംസാൻഡ് 60 ഫൂട്ട് എംസാൻഡ്. ഇതാണ് സിമെൻറ്റ് 20 ചാക്ക് സിമെൻറ്റ്. ഇതാണ് നമ്മളെ മെറ്റീരിയൽസിൻ്റെ കണക്കുകൾ. ഇതിപ്പോൾ ചെറിയൊരു രീതി വന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏകദേശം കണക്കും കാര്യങ്ങളും കൂട്ടാൻ നല്ല സുഖമായി. അതാണ് ഞാൻ ചെറിയൊരു ഉദാഹരണമായിട്ട് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ വലിയ റൂമൊക്കെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. ഇതൊക്കെ കണക്ക് വെച്ച് കൂട്ടുമ്പോൾ പല സ്ഥലത്ത് കണക്ക് കൂട്ടാണ്ടാവുമല്ലോ. മെറ്റീരിയൽസ് പറയണമെങ്കിൽ കണക്ക് കൂട്ടിയേ പറയാൻ കഴിയുള്ളൂ. ഓക്കെ.